എല്ലാവരെയും മറ്റൊരു വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇറാനെതിരെ യൂറോപ്പ് സ്നാപ്പ് ബാക്ക് ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതിന് പിന്നാലെ ചെങ്കടലിലെ യൂറോപ്യൻ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ ഇപ്പോൾ കനത്ത ആക്രമണം നടത്തുകയാണ്. മിനിഞ്ഞാന്ന് മിനർവ ഗ്രേറ്റ് എന്ന് പേരുള്ള ഒരു ഡച്ച് ചരക്ക് കപ്പലിന് നേരെ ഡ്രോണുകൾ ഉപയോഗിച്ച് ഹൂത്തികൾ നടത്തിയ ആക്രമണത്തിൽ കപ്പലിന് തീപിടിച്ച് മുങ്ങിയതായിട്ട് യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. കപ്പലിലെ 19 ജീവനക്കാരിൽ ചിലർക്ക് കാര്യമായി തന്നെ പരിക്കേറ്റിട്ടുമുണ്ട് എന്നാണ് റിപ്പോർട്ട്. തന്നെയുമല്ല, ഇവർക്ക് കപ്പലുമായി മുന്നോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് കപ്പൽ ഉപേക്ഷിച്ചുകൊണ്ട് ഇവരെല്ലാവരെയും ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇവരെ രക്ഷപ്പെടുത്തിയതിന് പിന്നാലെ വൻ പൊട്ടിത്തെറിയോടെ കപ്പൽ കടലിലേക്ക് മുങ്ങിയതായിട്ടാണ് റിപ്പോർട്ട്. ഇക്കഴിഞ്ഞ ജൂലൈയിൽ തന്നെ ഹൂത്തികൾ ഇതിനുമുമ്പ് 2 കപ്പലുകൾ മുക്കിയിരുന്നു. ചെങ്കടൽ വഴി യൂറോപ്പിന്റെയോ അമേരിക്കയുടെ ഏതൊരു കപ്പൽ വന്നാലും ഞങ്ങൾ ആക്രമിക്കും, അതിനെ തകർക്കും എന്നാണ് ഹൂത്തികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇക്കഴിഞ്ഞ മെയിൽ അമേരിക്കയും ഹൂത്തികളും തമ്മിൽ പരസ്പരം ആക്രമിക്കില്ല എന്നൊരു കരാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് വലിയ കുഴപ്പമില്ലാതെ ഈ യൂറോപ്യൻ അമേരിക്കൻ കപ്പലുകൾക്ക് സ്വതന്ത്രമായിട്ട് ചെങ്കടലിലൂടെ കടന്നു പോകാനും കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇവിടെ അമേരിക്ക ഹൂത്തികളെ ചതിക്കാനുണ്ടായത്. ഈ ട്രംപിന്റെ സംഭവത്തോടു കൂടി തന്നെ ഇസ്രായേൽ പലതവണ അവർക്ക് വൻ നഷ്ടവും അവരുടെ പ്രധാനമന്ത്രി മന്ത്രിസഭാംഗങ്ങൾ ഉൾപ്പെടെ വൻ ആൾനാശവും സംഭവിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ഈ ചതി തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഇതുവരെ ഇസ്രായേലിലേക്ക് പോയിരുന്ന കപ്പലുകൾ മാത്രമാണ് ഹൂത്തികൾ തടഞ്ഞതെങ്കിലും ഇനി അമേരിക്കൻ പിന്തുണയുള്ള ഏതൊരു കപ്പലും ആക്രമിക്കുമെന്ന് ഹൂത്തികൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ പറഞ്ഞതിന് ശേഷം 2 ചരക്ക് കപ്പലാണ് അവരുടെ കൈക്ക് ഒത്തു കിട്ടിയത് ഈ കഴിഞ്ഞ ജൂലൈയിൽ. അത് 2 മുക്കിയിട്ടുണ്ട്. ഇപ്പൊ 3ാമത്തെ കപ്പലിനെയാണ് അവർ ആക്രമിച്ചിട്ട് വെള്ളത്തിലേക്ക് താത്തിയിട്ടിരിക്കുന്നത്. ഇതിന് തൊട്ട് മുമ്പ് കോഡലിയ മൂൺ എന്നൊരു ഷിപ്പാണ് മുക്കിയതവര്. കൂടാതെ മറ്റു ചില കപ്പലുകൾക്ക് നേരെ ഇവർ ആക്രമണങ്ങൾ നടത്തിയെങ്കിലും ചെറിയ പരുക്കൊക്കെ കൊണ്ട് ഈ കപ്പലുകൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണുണ്ടായത്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ വരെ ഒരു ആക്രമണം കപ്പലിന് നേരെ നടത്തിയിട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ കപ്പൽ ഇപ്പൊ എന്റെ ഒമാൻ തീരത്തോ മറ്റോ അടുത്തിട്ടുണ്ട്. അത് ചിലപ്പോൾ ശരിയാക്കി എടുക്കാൻ കഴിഞ്ഞേക്കാം, എന്നാലും കരയിലെടുത്തല്ലോ. പക്ഷെ ഇതൊന്നും അതല്ല, ഇതൊക്കെ വെള്ളത്തിൽ പോവുകയാണ് ചെയ്തത്. അത്ര മാരകമായ ആക്രമണമാണ് നടത്തിയത്. ഇതുവരെ നടത്തിയതിൽ ഏറ്റവും വലിയ ആക്രമണം എന്ന് തന്നെയാണ് യൂറോപ്യൻ യൂണിയൻ ഇപ്പൊ പറയുന്നത്. ഒന്നുമല്ല, ഇതിനു മുമ്പ് വേറെ കപ്പൽ മറുകാര്യമായി അടിച്ചു തകർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗസയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹൂത്തികൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഗസയിൽ അതിരൂക്ഷമായ പോരാട്ടമാണ് ഇപ്പോഴും നടക്കുന്നത്. ഈ പോരാട്ടങ്ങൾക്ക് ഒരു അവസാനം കാണാൻ വേണ്ടിയാണ് ഇപ്പം ട്രംപും നെതന്യാഹു ഒക്കെ ആയിട്ട് അമേരിക്കയിൽ ചർച്ച നടക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഹമാസുമായി ഒരു അവസാനവട്ട ചർച്ചയ്ക്ക് ട്രംപിന്റെ ചർച്ചാ സംഘം ശ്രമിക്കുന്നതിനിടയിൽ ഈ ട്രംപിന്റെ ഈ വഴുവഴുത്ത നാവ് കൊണ്ട് വല്ലാത്തൊരു ഭീഷണിയാണ് അയാൾ ഹമാസിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 3-4 ദിവസത്തിനുള്ളിൽ ഹമാസ് യുദ്ധാവസാനത്തെ കുറിച്ച് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഗസ നരകത്തിന്റെ വില കൊടുക്കേണ്ടി വരുമെന്നൊക്കെയാണ് ട്രംപ് വീണ്ടും ഭീഷണിപ്പെടുത്തുന്നത്. ഇയാൾ ഇങ്ങനെ പറയുമ്പോ ഒരു സമാധാന ചർച്ചയ്ക്കുള്ള ശ്രമമല്ല ട്രംപ് നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതിനു മുമ്പ് പലതവണ ഇതുപോലെ ട്രംപ് ഭീഷണി മുടക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും വലിയ കാര്യമായിട്ടില്ല. അവർ പണ്ട് ചെയ്തിരുന്ന പോലെ തന്നെ ഇപ്പോഴും സ്ഥിരമായി തന്നെ ഗസയെ ആക്രമിക്കുന്നു, അവിടുത്തെ കെട്ടിടങ്ങൾ തകർക്കുന്നു, അവിടെ കുറെ ആളുകളെ കൊല്ലുന്നു. അല്ലാതെ അതിലപ്പുറം എന്ത് നരകം? ആളെ കൊന്നൊടുക്കുക എന്നാണ് അവർ ഉദ്ദേശിക്കുന്ന നരകം. അല്ലാതെ ഗസ മൊത്തം തീ കൊടുക്കാൻ പറ്റുമോ? ഒരു ഭാഗത്തോട് കുറെ ബോംബിടും, കുറെ ആൾക്കാർ മരിക്കും, അടുത്ത ദിവസം അടുത്തടുത്തിടും. ഇതാണ് ഓരോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതുകൊണ്ടൊന്നും വലിയ പ്രയോജനമില്ല. ഹമാസ് അത് കാര്യമാക്കുന്നില്ല. അവർ പൂർവാധികം ശക്തമായിട്ട് യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ടും ട്രംപ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അയാളുടെ ഒരു നാടകമാണ്. പരസ്യമായി ഹമാസിനെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദത്തിൽ സംസാരിക്കുകയും രഹസ്യമായി ഈ ഹമാസിന് മില്യൺ കണക്കിന് ഡോളർ വാഗ്ദാനം ചെയ്ത് ഒരു വെടിനിർത്തലിന് സമ്മതിപ്പിക്കുകയും ചെയ്ത് ലോകത്തിന്റെ മുന്നിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഗർവ് ഉയർത്തിക്കാട്ടാനുള്ള ശ്രമമായിട്ടാണ് ഇതിനെ പല യുദ്ധകാര്യ വിദഗ്ധരും വിലയിരുത്തുന്നത്. ഇയാളിങ്ങനെ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നില്ലെങ്കിൽ അയ്യേ, ഇസ്രായേലും അമേരിക്കയൊക്കെ ഹമാസിന്റെ മുന്നിൽ കീഴടങ്ങിയില്ലേ എന്ന് ആൾക്കാർ കളിയാക്കും എന്ന് പേടിച്ചിട്ടാണ് ഇയാൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ഭീഷണി മുടക്കുന്നത്. ഈ ലോട്ടറി എടുക്കുന്ന പോലെ എപ്പോഴെങ്കിലും ഒന്ന് അടിച്ചാലോ. ഈ ഭീഷണിക്കിടയിൽ തന്നെ ഒരു ഒത്തുതീർപ്പ് ഒത്തു വന്നു കഴിഞ്ഞാൽ പറയണ്ടോ, ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഉമ്മാര് ഞങ്ങളുടെ വഴിക്ക് വന്നത്. സത്യത്തിൽ പിന്നിലൂടെ അവർക്ക് കാശ് കൊടുക്കുന്നുണ്ട്. അത് ലോകത്ത് ആരും അറിയില്ല എന്നുള്ളതാണ്. ഹമാസിന് പണം നൽകി യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് നെതന്യാഹു തന്നെ അയാളുടെ രാജ്യത്തുള്ള കോടതിയിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു കേസ് നടക്കുന്നുണ്ട്. അതിൽ ഇയാൾ സമ്മതിച്ചതാണ് ഹമാസിന് കാശ് കൊടുക്കാൻ ഖത്തറിനോട് ഞാൻ നിർബന്ധിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതിനാ ഹമാസിന് കാശ് കൊടുക്കുന്നത്. അയാൾ പറഞ്ഞ കാരണം യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഹമാസിന് ഞങ്ങൾ പണം കൊടുക്കാൻ ശ്രമിച്ചു എന്നാണ് അയാൾ കോടതിയിൽ വാദിക്കുന്നത്. ഹമാസിനെ സംബന്ധിച്ച് അവർ പലസ്തീന് വേണ്ടി പോരാടുന്നു എന്നൊക്കെ നമുക്ക് ആവേശത്തോടെ പറയാൻ കഴിയും. അത് സത്യവുമാണ്. പക്ഷേ ഗസയെ മുഴുവൻ ഉഴുതുമറിച്ച് നശിപ്പിക്കുകയും 10,000-കണക്കിന് ആളുകളെ കൊന്നൊടുക്കുകയും ചെയ്ത നെതന്യാഹുവിനെയും ട്രംപിനെയും ഒക്കെ വെറും കൈയോടെ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഹമാസ് തിരിച്ച് പറഞ്ഞയക്കുക എന്ന് പറയുന്നത് അത്ര ഉചിതമായിട്ട് എനിക്കും തോന്നുന്നില്ല. അവന്മാരെ കിട്ടുന്നത്രയും ഉരുക്കണം എന്നാണ് എന്റെയും ഒരു അഭിപ്രായം. അതുകൊണ്ട് ഈ നഷ്ടത്തിനെല്ലാം അവർ ട്രില്യൺ കണക്കിന് ഡോളർ കണക്ക് പറഞ്ഞ് വാങ്ങും എന്ന് നമ്മൾ അറിയണം. വെടിനിർത്തലിന് തൊട്ടടുത്ത് എത്തിയിട്ട് പോലും ഇത്തരം നഷ്ടപരിഹാര കണക്കുകളിലെ തർക്കങ്ങൾ മൂലമാണ് വീണ്ടും യുദ്ധം നീണ്ടു പോകുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കണം.
ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ. ഗസയിലുള്ള അൽ ജസീറ, അൽ അറബി പത്രങ്ങളുടെ ലേഖകരാണ് ഇത് പറയുന്നത്. അവർ ഇക്കാര്യം രഹസ്യമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് റിപ്പോർട്ടുകൾ ചെയ്യുന്നത്. യുദ്ധം അവസാനിപ്പിക്കുക എന്നത് ശരിക്കും ഹമാസിന്റെതല്ല, നെതന്യാഹുവിന്റെ മാത്രം ആവശ്യമാണ് ഇപ്പോൾ. അത് ഹമാസിനും നന്നായിട്ട് തന്നെ അറിയാം. യുദ്ധത്തിൽ ഹമാസിനും നല്ല ചിലവുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവർക്ക് യുദ്ധം ചെയ്യുന്ന സൈനികർക്ക് മുഴുവൻ ശമ്പളം കൊടുക്കേണ്ടതുണ്ട്. കാരണം ഈ സൈനികർക്കെല്ലാം കുടുംബമുണ്ട്, കുറെ പേരൊക്കെ മരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാലും ബാക്കിയുള്ള അംഗങ്ങളില്ലേ, ഈ ഗസയിൽ കിടക്കുന്ന ഒരു ഭൂരിപക്ഷം ആൾക്കാരും ഹമാസ് പോരാളികൾ തന്നെയാണ്. അവർക്ക് വേറെ ജോലിക്കൊന്നും പോകാൻ ഒരു മാർഗവും ഇല്ല. എവിടെ പോയി ജോലി ചെയ്യാനാ? ഇവരെല്ലാം ഇതിനു മുമ്പ് ഇസ്രായേലിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. കുറെ ആളുകൾ, കുറെ പേര് ഈ ഗസയിലും ഒക്കെയാണ് ജോലി ചെയ്തത്. ഇതെല്ലാം ഗസയെല്ലാം തകർത്ത് വാരിപ്പോ അവിടെ എവിടെ ജോലി ഇരിക്കുന്നത്? ഇനി ഇവരെവിടെയാണ് ജീവിക്കുന്നത്? ഇവർക്ക് എവിടെ നിന്നാണ് വരുമാനം? ആരാണ് ഇവർക്ക് കൊടുക്കുന്നത്? അപ്പം അവരെല്ലാം സൈന്യത്തിൽ ചേരുകയും ഹമാസ് അവർക്ക് ശമ്പളം കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനർത്ഥം അവർ ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു എന്നല്ല. പലസ്തീൻ സ്വതന്ത്രമാകുക എന്നുള്ള അവരുടെ ആവശ്യം തന്നെയാണ്. പക്ഷെ അവർക്ക് ജീവിക്കേണ്ടതുണ്ടല്ലോ. ഹമാസിന്റെ പോരാളികൾ ശമ്പളം വാങ്ങുന്നു ഞാൻ പറഞ്ഞ എന്നെ ചിലരിവിടെ തന്തയ്ക്ക് വിളിക്കുന്നുണ്ട്. അത് അവരുടെ അത്യാവേശം കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഞാനത് വലിയ കാര്യമാക്കുന്നില്ല കേട്ടോ. എന്നാൽ ഞാൻ പറയുന്നത് യാഥാർത്ഥ്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഹമാസുകാർക്കും അവരുടെ കുടുംബത്തിനും ഒക്കെ ജീവിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ വലിയ വില കൊടുത്ത് ഇതെല്ലാം സംഘടിപ്പിക്കേണ്ടതുണ്ട്. അതിനാണ് പണം കൊടുക്കുന്നത്. അല്ലാതെ വലിയ കഴുത്തി കൊണ്ട് അരിയിട്ട് കുറെ മന്തി ഉണ്ടാക്കിയിട്ട് ഈ ഹമാസിന്റെ പോരാളികൾക്ക് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം എല്ലാം ഇങ്ങനെ ഇരുന്ന് വിളമ്പി കൊടുക്കുകയല്ല ചെയ്യുന്നത്. കാരണം ഇവരെല്ലാം ഗസയുടെ പല പ്രദേശത്ത് നിന്ന് ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് ഏതെങ്കിലും രീതിയിലൊക്കെ ഭക്ഷണം കഴിക്കണം. അതിന് കയ്യിൽ കാശ് ഉണ്ടാവണം, അല്ലെങ്കിൽ ആരെ പിടിച്ചു മേടിക്കാൻ പറ്റുമോ? ഭക്ഷണം ഉണ്ടെങ്കിൽ തന്നെ. ഭക്ഷണം ഇല്ല കേട്ടോ, അത് വേറെ കാര്യം. വിശന്ന് തന്നെയാണ് അവർ പോരടിക്കുന്നതൊക്കെ. എന്നാലും മനുഷ്യരല്ലേ, ഒരു യുദ്ധം ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർക്ക് നേരെ നിൽക്കണേ എന്തെങ്കിലും കഴിക്കണ്ടേ? അതിനുള്ള അവർ കരുതി വെക്കും. സാധാരണക്കാർ പട്ടിണി കിടക്കുന്നുണ്ട്. പക്ഷെ യുദ്ധം ചെയ്യുന്നവർക്ക് എപ്പോഴും വിശന്ന് തന്നെ നിലനിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവർ ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയുന്നത് വലിയ തെറ്റൊന്നുമല്ല. അതുപോലെ ഇവർ പൈസ വാങ്ങുന്നു എന്ന് പറയുന്നതും തെറ്റല്ല. അത് വലിയ ഭീകരതയായിട്ടൊന്നും ആരും കണക്കാക്കേണ്ടതില്ല. പണം എല്ലാവർക്കും ആവശ്യമാണ്. എന്നാൽ ഇങ്ങനെ ഗസയിലുള്ള മുഴുവൻ ആൾക്കാർക്കും ഹമാസിന് ശമ്പളം കൊടുക്കാൻ കഴിയൂ? അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നവർക്ക് അവർ ശമ്പളം കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ എല്ലാവരും കാശ് മേടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ടാണ് ഇവർക്ക് ശമ്പളം ഉണ്ട് എന്ന് പറയുന്നത്. ഇതിന്റെ പരിഹാരം തന്തയ്ക്ക് വിളിയല്ല എന്നും കൂടെ നിങ്ങൾ ഓർക്കണം കേട്ടോ. ഇത് ഹമാസിന് മാത്രമല്ല, ഹൂത്തികൾക്കും ഹിസ്ബുള്ളയ്ക്കും ഒക്കെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അവർക്കെല്ലാം ശമ്പളം കൊടുക്കുന്നുണ്ട്. കാരണം ഇവരെല്ലാം ജോലിക്കാരല്ലേ. ഇവർക്ക് കൊടുക്കാനുള്ള ഡോളറുകളെല്ലാം വരുന്നത് ഖത്തർ, സൗദി അറേബ്യ, UAE പോലുള്ള അറബ് രാഷ്ട്രങ്ങളിൽ നിന്നാണ്. ഇസ്രായേലുമായിട്ട് കഴിഞ്ഞ വർഷം ഹിസ്ബുള്ള യുദ്ധം അവസാനിപ്പിച്ചതിന് ശേഷം ഈ യുദ്ധത്തിൽ അഭയാർത്ഥികളായിട്ട് അവിടുന്ന് ഓടിപ്പോയ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഇവരെല്ലാം യുദ്ധശേഷം തിരികെ വന്ന് ഇവർക്ക് വീടും എല്ലാം നഷ്ടപ്പെട്ട് സീറോ ആയിട്ടാണ് അവരെല്ലാം തിരിച്ചു വരുന്നത്. വീടെല്ലാം തകർക്കപ്പെട്ടു. ആ വന്നവരുടെ എല്ലാം വീടുകളിൽ വലിയ ചാക്കിന് കണക്കിന് സാധനങ്ങളും അതിനൊപ്പം തന്നെ $10,000 കുറയാത്ത തുകയും ഈ ഹിസ്ബുള്ള വെച്ചിരുന്നു എന്ന് ഞാൻ കഴിഞ്ഞ കൊല്ലം ചെയ്ത ഒരു വീഡിയോ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതെടുത്ത് നോക്കിയാൽ തെളിവ് സഹിതമാണ് പറയുന്നത്. ഇവർക്കൊക്കെ ഈ പൈസ എവിടെ നിന്നാണ് കിട്ടുന്നത്? പുറത്തുനിന്ന് വൻ തുകകൾ ഒഴുകുന്നുണ്ട്. ഇതിന്റെ പുറയിലൂടെ ഒരു ബിസിനസ് നടക്കുന്നുണ്ട്. യുദ്ധത്തിനോടൊപ്പം ശമ്പളമില്ലാതെ 2-3 കൊല്ലമൊക്കെ ആർക്കെങ്കിലും യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ ഒരിക്കലും അങ്ങനെ വിശ്വസിക്കരുത്. അത് നമ്മളായാലും അങ്ങനെ തന്നെയാവും. ഇത് ഇന്ത്യയിൽ നടത്തിയ സ്വാതന്ത്ര്യ സമര പോരാട്ടം പോലത്തെ ഒരു സംഭവം അല്ല. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സമരം ചെയ്യുന്ന പോലെ ഇത് നിരന്തര യുദ്ധത്തിലാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാളികള് യുദ്ധമല്ലായിരുന്നു ചെയ്തത്, അവര് സമരങ്ങളാണ് നടത്തിയത്. അല്ലാതെ ബ്രിട്ടീഷുകാരുമായിട്ട് തോക്കും ബോംബും എടുത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ ഹമാസിന് പണം ആവശ്യമുള്ളത് കൊണ്ടാണ് ഇസ്രായേലും അമേരിക്കയും ഈ യുദ്ധത്തിന് നഷ്ടപരിഹാരം പണമായി നൽകാതെ യുദ്ധം തീരില്ല എന്ന് ഞാൻ പറയുന്നത്. ഇത് എല്ലാ യുദ്ധങ്ങളിലും നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് പുതിയ കാര്യമൊന്നുമല്ല, വലിയ അത്ഭുതകരമായ കാര്യവുമല്ല. ഇസ്രായേൽ ഇപ്പോൾ യുദ്ധത്തിൽ തകർന്ന് വരുമ്പോൾ അടിച്ച് കട്ടപ്പോകായിരിക്കുന്നതുകൊണ്ട് അവന്മാരുടെ കൈ കാശൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹമാസിന് പണം കൊടുക്കാൻ വേണ്ടി ഇസ്രായേൽ ചിലപ്പോൾ തയ്യാറാകണമെന്നില്ല. അതിന് പകരമായിട്ട് ട്രംപ് ഖത്തറിനോട് ഈ ഹമാസിന് പണം കൊടുക്കാൻ വേണ്ടി നിർബന്ധിക്കും എന്നുള്ള കാര്യമാണ് ഉറപ്പ്. ഖത്തറിനെ സംബന്ധിച്ച് ഇപ്പം ട്രില്യൺ കണക്കിന് ഡോളറൊന്നും വാരിക്കോരി കൊടുക്കുന്നത് വലിയ നഷ്ടമുള്ള കാര്യമൊന്നുമില്ല. കാരണം അവർക്ക് മേഖലയിൽ സമാധാനമാണ് ആവശ്യം. അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി അവർ ഹമാസിന് പണം കൊടുക്കാൻ തയ്യാറാവും. അങ്ങനെയാണ് ഇതിനു മുമ്പും നെതന്യാഹു പറഞ്ഞ് ഖത്തർ ഹമാസിന് കാശ് കൊടുത്തു എന്നുള്ള കേസാണ് ഇസ്രായേലിന്റെ കോടതിയിൽ നെതന്യാഹുവിനെതിരായിട്ട് ഇപ്പം നടക്കുന്നത്. ഇത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ആരും അങ്ങനെ കാര്യമായിട്ട് എടുത്തു പറയില്ല. കാരണം അതൊക്കെ ഒരു നാണക്കേടുള്ള, കാരണം ഇസ്രായേലിന്റെ അമേരിക്കയുടെ ഒക്കെ മീഡിയകളാണെന്ന്, അവരെ അനുകൂലിക്കുന്ന മീഡിയകളാണെന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത്. അപ്പൊ അവർക്ക് അനുകൂലമായിട്ട് പറയുമ്പോൾ ഇത്രയും പിന്നിൽ ചില ഉടായ്പകൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് ആരും അത്ര വിശ്വസിക്കില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഹൂത്തികളുമായിട്ട് ഇത്തരം ഒരു കരാറിന് ഇടനിലക്കാരില്ലാത്തത് കൊണ്ടാണ് ഹൂത്തികൾക്ക് വന്ന നഷ്ടത്തിന് പകരമായിട്ട് അവർ ചെങ്കടലിലെ കപ്പലുകളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചെങ്കടലിൽ ഹൂത്തികൾ നടത്തുന്ന ആക്രമണത്തിന്റെ ഫലമായിട്ട് ഓരോ കപ്പലുകളും മുങ്ങുമ്പോൾ അത് ഹൂത്തികൾക്ക് വന്ന നഷ്ടത്തിന്റെ 10 ഇരട്ടി വിലയാണ് ഈ രാജ്യങ്ങൾ കൊടുക്കേണ്ടി വരുന്നത്. ഇനി ചെങ്കടലിൽ കപ്പൽ മര്യാദയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ഹൂത്തികൾക്ക് വരുത്തിയ നഷ്ടത്തിന് പകരമായിട്ട് ട്രംപ് ട്രില്യൺ കണക്കിന് ഡോളർ അവർക്ക് കൊടുക്കേണ്ടി വരും.
യുദ്ധമൊക്കെ ഒരു വഴിക്കങ്ങ് നടക്കും. പക്ഷെ പിന്നിൽ ഇത്തരം ഒരുപാട് ഉഡായിപ്പുകൾ ഉണ്ട് എന്ന് നമ്മൾ അറിയണം. എല്ലാ യുദ്ധങ്ങളും ഇത്തരം നഷ്ടപരിഹാരത്തെ കുറിച്ചുള്ള ചർച്ചകൾ വരെ നടന്നതിന് ശേഷമാണ് ഓരോ യുദ്ധങ്ങളും എപ്പോഴും അവസാനിക്കുന്നത്. അതല്ലെങ്കിൽ ഇറാഖിലെയും ലിബിയൊക്കെ പോലെ അവിടുത്തെ ഭരണാധികാരിയെ അടിച്ചൊതുങ്ങി കൊന്നൊടുക്കി മൊത്തം തീർത്ത് അവരുടെ സമ്പത്ത് തട്ടിയെടുക്കാൻ കഴിയും. അതല്ലാതെ ഇങ്ങനെ പോരടിച്ച് നിൽക്കുന്ന സംഘടനകളുമായിട്ട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ആ യുദ്ധം ഒരു രാജ്യത്തിന് വിജയിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പിന്നിൽ ഇത്തരം ചില ധാരണകൾ ഉണ്ടാകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആരായാലും നഷ്ടപരിഹാരം ചോദിക്കും. അതേയുള്ളൂ ഇവിടെയും സംഭവിക്കുന്നുള്ളൂ. വലിയ തെറ്റായ കാര്യമൊന്നുമല്ല. ഈ ഹമാസിനെയൊക്കെ സംബന്ധിച്ച് അവര് രാജ്യം ഭരിക്കുന്നവരൊന്നും അല്ലല്ലോ, ഒരു സംഘടനയാണ്. ഏത് സമയം വേണേൽ പിരിച്ചുവിടാം. അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു ഭരണകൂടമാണ് ഈ ഹമാസ് എന്ന് പറയുന്നത്. തന്നെയുമല്ല, ഈ സദ്ദാമിനെ പോലെയോ അല്ലെങ്കിൽ ഗദ്ദാഫിയൊക്കെ പോലെ ഒരു ഏക നേതൃത്വത്തിൽ പോകുന്ന ഒരു പ്രസ്ഥാനമല്ല ഇത്. അപ്പൊ അതിന്റെ ഒരു നേതാവിനെ കൊന്നു കഴിഞ്ഞാൽ മറ്റൊരു ലീഡർ ഉടനെ തന്നെ ചാർജ് എടുത്ത് സംഘടന യാതൊരുവിധ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അവർക്ക് വിലപേശാൻ കഴിയും. അല്ലെങ്കിൽ അവസാനത്തെ ആളെ വരെ കൊന്നൊടുക്കേണ്ടി വരും ഈ ഇസ്രായേലിൽ. അതൊരിക്കലും നടക്കില്ലല്ലോ. ഹമാസിലേക്ക് ആളുകൾ ഇങ്ങനെ വന്ന് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഒരു സംഘടനയുള്ള മുഴുവൻ ആൾക്കാരെയും ലോകത്ത് ആർക്കും കൊന്നെടുക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പണം കൊടുക്കൽ ഇതിന്റെ പുറകിൽ നടക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇവർക്ക് ഒരുപാട് നഷ്ടമില്ലേ, യുദ്ധം ചെയ്തതിനൊക്കെ കാശ് വേണ്ടേ? അപ്പൊ നഷ്ടം വരുത്തിയാൽ കുറെ ഇങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ ഈ തർക്കങ്ങൾ നീണ്ടു പോകുന്നതിന്റെ ഇടയ്ക്ക് യുദ്ധങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ഇങ്ങനെ തർക്കങ്ങൾ നടക്കുന്നത് കൊണ്ട് യുദ്ധവും വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹമാസിന് വലിയ വില പേശി മേടിക്കണം എന്നുണ്ടെങ്കിൽ അവരവരുടെ ശക്തി കാണിക്കുക തന്നെ വേണം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം അവര് ഒരു സൈനിക ക്യാമ്പിലേക്ക് ഇടിച്ചു കയറി വലിയൊരു ആക്രമണമാണ് ഹമാസ് നടത്തിയിട്ടുള്ളത്. ഒരു 10-25 സൈനികർക്കാണ് മാരകമായിട്ട് അവന്മാർ ഈ ആക്രമണത്തിലൂടെ പരിക്കേൽപ്പിച്ചിട്ടുള്ളത്. അതിൽ തന്നെ 2 പ്രധാനപ്പെട്ട സൈനിക തലവന്മാരുണ്ടെന്ന് ഇസ്രായേലിൽ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. പിന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇവര് കൊല്ലപ്പെട്ടവരുടെ ഒന്നും കണക്കുകൾ പുറത്തു വിടാത്തതുകൊണ്ട് പരിക്കേറ്റവർ തന്നെ 10-20 പേരെ ഉണ്ട് എന്ന് പറയുന്നത്. നമുക്കെല്ലാം മാരകമായിട്ട് പരിക്കേറ്റിട്ടുണ്ട് എന്ന് ഇസ്രായേൽ തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പൊ മരിച്ചവരും ആ കൂട്ടത്തിൽ ഉണ്ടാവുമല്ലോ കുറെ പേര്. ഒരു സൈനിക ക്യാമ്പിൽ ആപ്പാടെ 20 പേരൊന്നും അല്ലല്ലോ ഉള്ളത്. ഒരു സൈനിക ക്യാമ്പിൽ കഴിയുക എന്ന് പറയുന്നത് അവരുടെ ചിലപ്പോൾ ഒരു ആയുധം ഉണ്ടാവില്ല. അവർ ചുമ്മാ ഇരിക്കുമ്പോഴേ പട്ടാളക്കാർ വിശ്രമിക്കുന്ന സമയത്താണ് കയറി ആക്രമണം നടത്തുന്നത്. വലിയൊരു സ്ഫോടനം നടത്തിയതിനു ശേഷം വെടിവെപ്പും ഉണ്ടാകുമായിരുന്നു. അതിലൊന്നും ആരും കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. അതാണ് അങ്ങനെയാണ് അവരുടെയൊക്കെ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പൊ നെതന്യാഹു ഹമാസുമായിട്ടൊരു യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി അമേരിക്ക പോയി ട്രംപിന്റെ കാല് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.